പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരാകണമെങ്കിൽ സഹനങ്ങളെ അതിജീവിക്കാൻ കഴിയണം. ഒരു വിശുദ്ധനും വിശുദ്ധയ്ക്കും സഹനം ഉണ്ടാവും. കത്തോലിക്ക സഭയിൽ നൂറുകണക്കിന് വിശുദ്ധരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വിശുദ്ധനോ വിശുദ്ധയോ ഉണ്ടോ സഹനമില്ലാതെ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ഇല്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പോലും കുരിശു മരണത്തിലൂടെ, വേദനയിലൂടെ, നൊമ്പരത്തിലൂടെ, അവഗണനയിലൂടെ, ഒറ്റിക്കൊടുക്കലിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. എന്നിട്ടാണ് അവൻ ഉദ്ധാനത്തിലേക്ക് കടന്നു വന്നത്. കണ്ടോ? അതായത് ഒരു സഹനം വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമാണ്, മസ്റ്റാണത്, നിർബന്ധമാണത്. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികൾ പിന്നാമ്പുറത്ത് ഒരുങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ സഹനങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിക്കൊണ്ടുപോകും. പരിശുദ്ധ അമ്മ കടന്നു പോയതുപോലെ, വിശുദ്ധ യോസേപ്പ് പിതാവ് കടന്നതുപോലെ, വിശുദ്ധ അപ്പോസ്തലന്മാർ കടന്നു പോയതുപോലെ, രക്തസാക്ഷികൾ കടന്നു പോയതുപോലെ, നമ്മൾ വണങ്ങുന്ന വിശുദ്ധർ കടന്നു പോയതുപോലെ സഹനങ്ങൾ ഉണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും. വചനം പറയുന്നതിന് സങ്കീർത്തനം 77:1-2, ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒന്നിനും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ദൈവം നിനക്കായി ഒരുക്കി വയ്ക്കും. സത്യം അത്. സഹനങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിക്കൊണ്ടുപോകും. വിശുദ്ധനും വിശുദ്ധയാകണമെങ്കിൽ 2 തിമോത്തി 3:12, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. എല്ലാവരും പീഡിപ്പിക്കപ്പെടും, ഉറപ്പാത്. യേശുവിന് വേണ്ടി നീ നിൽക്കുവാണെങ്കിൽ നീ കോർണർ ചെയ്യപ്പെടും. എല്ലാവരുടെ ഇടയിൽ നീ ഒരു കരടായിട്ട് മാറും, അവരുടെ കണ്ണിൽ. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിലല്ല. നീ ഒരുപാട് അവഗണിക്കപ്പെടും, നീ ചവിട്ടി മെതിക്കപ്പെടും. എല്ലാം കഴിഞ്ഞിട്ടാണ് കർത്താവ് നിന്നെ ഉയർത്തുക. പൂർവ്വ ജോസഫിനെ കണ്ടില്ലേ? 11 സഹോദരങ്ങളാൽ പരിത്യക്തനാക്കപ്പെട്ടു, വല്ലാതെ മുറിപ്പെട്ട് വേദനിച്ചാണ് അവസാനം അവൻ ഈജിപ്തിൻ്റെ അധിപനായി ഉയരുക. കർത്താവ് സ്നേഹിക്കുന്ന ആത്മാക്കളെയൊക്കെ കർത്താവ് റോസാപ്പൂ നൽകി അനുഗ്രഹിക്കും. ആ റോസാപ്പൂവിൽ മുള്ളുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, സഹനം ഉണ്ടാവും. അപ്പോൾ സഹനങ്ങൾ ഏറ്റെടുക്കാൻ കരുത്ത് നിങ്ങൾക്ക് ലഭിക്കട്ടെ, സഹനങ്ങളെ പ്രണയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഈശോയെ സഹനങ്ങളെ പ്രണയിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.